ധാരാളം കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട് നന്മകളായിട്ട്. അതിൽ സ്വർഗത്തിലെത്താൻ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് സലാം പറയൽ എന്നുള്ളത്. പരിചയമുള്ളവരോടും പരിചയമില്ലാത്തവരോടൊക്കെ സലാം പറയാം. ആ സുന്നത്തിങ്ങനെ നഷ്ടപ്പെട്ടു വരികയാണ് പുതിയ കാലത്ത്. വേറെ പല അഭിസംബോധന വർത്തമാനങ്ങളും പറഞ്ഞ് സലാം പറയുന്നിടത്ത് പ്രാധാന്യം കുറഞ്ഞുപോയി. കണ്ട ഉടനെ, ഫോൺ എടുത്ത ഉടനെ സലാം പറയുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാവണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്ന മിൻ മൂജിബാത്തിൽ മഗ്ഫിറ ബദ്ലുസ് സലാം. ഇമാം അഹ്മദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, ഒരാളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള ഒരു എളുപ്പ വഴിയാണ് സലാം പറയൽ. സലാം നന്നായി പറയുന്നവരാവണം നമ്മൾ. ഒരു ദിവസം 10 ആളോട് സലാം പറയുന്ന ഒരു ശീലം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 10 പേരോട് സലാം പറയുന്ന ആൾ ഈമാനോടെ മരിക്കുന്ന, അയാൾക്ക് ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം ഉണ്ടാവുന്ന, നല്ല മരണം ലഭിക്കാനുള്ള വഴികൾ എഴുതി വെക്കുന്നിടത്ത് ഇമാമിങ്ങൾ അത് എഴുതി വെക്കുന്നുണ്ട്. ഒരു ദിവസം 10 ആളോടെങ്കിലും ചുരുങ്ങിയത് എല്ലാ ദിവസവും സലാം പറയാം. കുറേ മോമിനീങ്ങൾ നമുക്ക് ദുആ ചെയ്തു തരികയാണല്ലോ, വഅലൈക്കും അസ്സലാം. അവരുടെ നാവ് കൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യാത്ത നാവ് കൊണ്ടുള്ള ദുആ സ്വീകരിക്കും. ഒരുപാട് മോമിനീങ്ങളടുത്തുനിന്ന് വഅലൈക്കും അസ്സലാം വാങ്ങണം. അതിൽ നമ്മൾ നല്ല ശ്രദ്ധ കൊണ്ടുവരണം. 2 മോമിനീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി സലാം പറയാതെ പോയാൽ മലക്കുകൾ പരസ്പരം ചോദിക്കുമത്രേ, ഇതെന്ത് മനുഷ്യന്മാരാണ്, ഇത്ര നല്ല ഓഫർ വെച്ചിട്ട് ഇവരെന്താ മിണ്ടാതെ പോകുന്നത്? ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ട് എന്ന് തോന്നുന്നു ചെവിയിൽ. അല്ല, എന്നാലും കാണുന്നില്ല അവര് പരസ്പരം. ഒരു ചാൻസും ഈ വിഷയത്തിൽ നമ്മൾ മിസ്സാക്കരുത്. ഒരു ചാൻസും. ഈ വഅള് കേട്ടത് മുതൽ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു സ്വഭാവമാണ്. ഒന്നാമത്തത്, ആരെ കണ്ടാലും സലാം പറയണം. എത്ര വലിയ മാറ്റാണത്. സാധാരണ ഫർളിന് കൂടുതൽ കൂലിയ ഉണ്ടാവുക സുന്നത്തിനേക്കാൾ. ഉദാഹരണത്തിന് സുബഹിന്റെ സുന്നത്തിനേക്കാൾ കൂടുതൽ കൂലി സുബീന ഉണ്ടാവുക, ഉറപ്പല്ലേ? പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ നിയമം മാറ്റാണ്. സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധമാണ്. ആ സുന്നത്താകുന്ന സലാം പറയലിനാണ് 90 കൂലി, മടക്കലിന് 10 കൂലി. കൂലി കൂടുതൽ ആ സലാം പറച്ചില്ല. 2 ആള് തമ്മിൽ തെറ്റിയിട്ടാണ് ഉള്ളത്, പിണക്കത്തിലാണ് ഉള്ളത് എങ്കിൽ ആദ്യം സലാം പറഞ്ഞ് മിണ്ടുന്ന ആള് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളായിരിക്കും. അയാൾക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ട്, അള്ളാഹുവിന് അയാളോടും ഇഷ്ടമുണ്ട്.